വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് വായ്പ അനുവദിച്ച് കേന്ദ്രം 529.50 കോടി രൂപയാണ് വായ്പയെ അനുവദിച്ചിട്ടുള്ളത്. ഈ തുക 9 വർഷത്തിനകം തിരിച്ചടയ്ക്കണം. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, ഈ പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ടത് 2221 കോടി രൂപയാണ്. അതിൽ ആദ്യഘട്ടമായി 750 കോടി രൂപ സംസ്ഥാനം തന്നെ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് 529.50 കോടി രൂപ നൽകാം, അത് വായ്പയായി 9 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണം. ഇത് സഹായമല്ല, കേരളത്തിന് മേൽ വെക്കുന്ന മറ്റൊരു വലിയ കെണി. സിജു, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ദുരന്തമുണ്ടായി അതിന്റെ പുനരധിവാസത്തിലേക്ക് സംസ്ഥാനം കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ധനസഹായമല്ല, മറിച്ച് വായ്പയായി മാത്രമേ തുക അനുവദിക്കാൻ സാധിക്കൂ എന്നുള്ള കേന്ദ്രത്തിന്റെ വ്യക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇതിൽ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഈ 529.5 കോടി രൂപ ഇപ്പോൾ സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഇത് ക്യാപെക്സ് വായ്പയായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത്. അത് ക്യാപെക്സ് വായ്പയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പലിശരഹിത വായ്പയാണ്. 9 വർഷത്തിനകം തിരിച്ചടയ്ക്കണം. സംസ്ഥാനം തന്നെ ഈ ഒരു പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ 15ഓളം പദ്ധതികൾ കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. ആ പദ്ധതികൾക്കായിട്ടാണ് ഈ തുക ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം അതല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ തുക ഈ വർഷം, അതായത് മാർച്ച് മാസം 31-നകം ചെലവഴിച്ചതിന്റെ കണക്കുകൾ, രേഖകൾ കേന്ദ്രത്തിന് സമർപ്പിക്കണം. ഫെബ്രുവരി മാസം പകുതി കഴിഞ്ഞിട്ടാണ് ഈ തുക അനുവദിച്ചത്. അതിനുശേഷം ഇത് മാർച്ച് 31-നകം ഈ തുക ചെലവഴിച്ച് അത് കേന്ദ്രത്തിന് സംസ്ഥാനം അതിന്റെ രേഖകൾ സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന് ഇത് വലിയ വെല്ലുവിളിയാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം സംസ്ഥാന സർക്കാർ ഇത് KSDMA വഴി വിവിധ വകുപ്പുകളിലൂടെയാണ് തുക പുനരധിവാസത്തിനായി ചെലവഴിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തെടുക്കേണ്ട ഒരു സമയമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ഇത് വലിയ വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ ഈ തുക അനുവദിച്ചിരിക്കുന്നത്. അതും സഹായമായിട്ടല്ല, വായ്പയായി തിരിച്ചടയ്ക്കേണ്ട തുകയായി തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിന് തുക അനുവദിച്ചിരിക്കുന്നത്. സിജു, ഷീജ, ഇത് തന്നെയാണ് ഈ ഒരുപക്ഷെ വലിയ തരത്തിലായിരിക്കും ഇപ്പോൾ BJP-ക്കാർ പറയുന്ന 529 കോടി രൂപ അനുവദിച്ചു, 529.50 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയാണ് വലിയ കെണി വരുവാൻ പോകുന്നത്. കാരണം സംസ്ഥാനം നേരത്തെ പറഞ്ഞ പോലെ 2221 കോടി രൂപയാണ് വയനാട് പുനരധിവാസത്തിനായി ആവശ്യമുള്ള തുക. അത് കേന്ദ്രം നൽകാതിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ 750 കോടി രൂപ ആദ്യഘട്ടമായി ചെലവഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ ഈ കാപ്പക്സ് എന്ന് പറയുമ്പോൾ പോലും ഈ 529 രൂപ, ശരിക്കും ഈ 529 കോടി രൂപ എന്ന് പറയുന്നത് തിരിച്ചടക്കുക എന്ന് പറയുന്നത് വലിയ കെണി തന്നെയാണ്. ഇവിടെ കേരളം ആവശ്യപ്പെട്ടത് എന്താണ്? ഒരു പ്രത്യേക പാക്കേജായി. വലിയ ദുരന്തമാണ്, രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം. ആ ദുരന്തത്തെ നേരിടാൻ വേണ്ടി 2221 കോടി രൂപ നൽകണം. അത് വായ്പയല്ല, കേന്ദ്രം നൽകേണ്ടതാണ്. കേരളം നൽകിയ പണം അതേപടി തിരിച്ചു നൽകുക. ഈ ഡിവിസിബിൾ പൂളിൽ നിന്ന് കേരളത്തിന്റെ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് നയാ പൈസ തരുന്നില്ല, തന്നാൽ ഒരു കെണിയോട് കൂടിയേ ഏണി വെച്ചുകൊണ്ട്, അങ്ങനെയാണ് മലയാളത്തിൽ പറയേണ്ടത്, ഏണി വെച്ചുകൊണ്ടേ പണം തരികയുള്ളൂ എന്നുള്ളത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യവസ്ഥകൾ കേന്ദ്രം വച്ചിരിക്കുന്നത്? ഷീജ, നിലവിലേതായാലും ഈ തുക ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ക്യാപെക്സ് വായ്പയായിട്ടാണ് ഈ ഒരു തുക അനുവദിച്ചിരിക്കുന്നത്. ക്യാപെക്സ് വായ്പയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 9 വർഷത്തിനകം തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് ക്യാപെക്സ് വായ്പയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പലിശരഹിത വായ്പയാണ്. പക്ഷെ ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനം ആവശ്യപ്പെട്ടത് ധനസഹായമാണ്. അല്ലാതെ ഒരു ദുരന്തത്തിൽപ്പെട്ട സംസ്ഥാനം ആ ദുരന്തമുഖത്തുള്ളവരെ അവരെ പുതിയ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവിടുത്തെ പുനരധിവാസ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ പുനരധിവാസ പദ്ധതികളിന്മേൽ വായ്പ അനുവദിച്ചുകൊണ്ട് അത് തിരിച്ചു നൽകുന്ന തരത്തിലേക്ക് ആ തുക സംസ്ഥാനം കേന്ദ്രത്തിന് തിരിച്ചടയ്ക്കേണ്ട തുകയായി മാറുമ്പോൾ അത് സംസ്ഥാനത്തിന് വീണ്ടും ഒരു ബാധ്യതയായി മാറുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു തുക ആ രീതിയിൽ വായ്പയായി അനുവദിക്കുക എന്നുള്ളതല്ല സംസ്ഥാനം, വായ്പയായി തുക അനുവദിക്കാനല്ല സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത്. അതിനൊപ്പം മറ്റൊരു വിഷയമുള്ളത്, ഈ തുക മാർച്ച് 31-നകം ഏത് രീതിയിൽ ഇത് മുഴുവൻ ചെലവാക്കി തീർക്കും. കാരണം വിവിധ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള സമയമെടുത്താണ് ചെലവഴിക്കാൻ സാധിക്കുക. പ്രത്യേകിച്ചും ഇപ്പോൾ ഫെബ്രുവരി പകുതിയായിരിക്കുന്ന 14 ഒരു ഘട്ടം, ഇനിയിപ്പോൾ മാർച്ച് 31-നകം ഈ തുക പൂർണ്ണമായും ചെലവഴിച്ച് അത് കേന്ദ്ര സർക്കാരിന് കണക്കുകൾ സഹിതം നൽകണം എന്ന് പറയുമ്പോൾ അതും സംസ്ഥാനത്തിന് വലിയ ഒരു വെല്ലുവിളിയായി മാറുന്ന ഒരു ഘട്ടം തന്നെയാണ് ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഈ 15 പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഈ 2221 കോടിയുമായി ബന്ധപ്പെട്ട് കേരളം തയ്യാറാക്കിയ പദ്ധതി തന്നെയാണല്ലോ 15 പദ്ധതികൾ. തീർച്ചയായും അതിൽ ഈ ടൗൺഷിപ്പ് അടക്കമുള്ളത് വരുന്നുണ്ടോ? അതിൽ
സിജു, അത് സംസ്ഥാനം പ്രത്യേകിച്ചും ഈ പുനരധിവാസ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ അതായത് വിവിധ വകുപ്പുകൾ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 15 പദ്ധതികളുടെ കാര്യം വരുന്നത്. ഈ 15 പദ്ധതികൾ വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയതാണ്. അത് സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 15 പദ്ധതികൾക്കായിട്ടാണ് ഇപ്പോൾ ഈ ഒരു തുക അനുവദിച്ചിരിക്കുന്നത്. സിജു, അതായത് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ കേരളം വിഭാവന ചെയ്ത് അത് വേറൊരു ഫണ്ടാണ്, വേറൊരു തലത്തിൽ തന്നെ നടക്കുകയും ചെയ്യും. ഇതല്ലാതെ ഈ പറയുന്ന പോലെ റവന്യൂ വകുപ്പ് ഇതുണ്ടായിരിക്കാം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, അങ്ങനെ വിവിധ വകുപ്പുകൾ നൽകിയ 15 പദ്ധതികൾ. അതിന് ഈ തുക പര്യാപ്തമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വായ്പയായി പണം കിട്ടിയാൽ പോലും അത് പര്യാപ്തവുമല്ല, അല്ലേ? അതായത് പുനരധിവാസത്തിന് പൂർണ്ണമായും ഈ തുക പര്യാപ്തമല്ല. മറിച്ച് ഈ 15 പദ്ധതികൾ സംസ്ഥാനം സമർപ്പിച്ചിട്ടുണ്ട്. വിവിധ പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട്. പുനരധിവാസത്തിന് ആകെയായി തുക സമർപ്പിച്ചിട്ടുണ്ട്. അത് ധനസഹായമായി നൽകണം, പ്രത്യേക ഒരു പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പുനരധിവാസത്തിനായി സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ പാക്കേജ് പരിഗണിച്ചിട്ടില്ല. ആകെ തുകയുടെ സഹായം അത് പരിഗണിച്ചിട്ടില്ല. മറിച്ച് ഈ 15 പദ്ധതികൾക്കായി മാത്രമായി വായ്പ അനുവദിക്കുന്നു എന്നുള്ളത് മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള സംസ്ഥാനത്തെ അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാനത്തെ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു തുക ഈ 15 പദ്ധതികൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ 15 പദ്ധതികൾക്ക് വേണ്ടി ഇത് മാർച്ച് 31-നകം ചെലവഴിച്ചു എന്നുള്ളത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത കൂടി ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു കാണേണ്ടത്. സിജു, ഷീജ, ഇതിനകത്ത് ഇപ്പോൾ ഈ വ്യവസ്ഥകൾ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനി നമുക്ക് അറിയേണ്ടതുണ്ട്. നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 9 വർഷത്തിനകം തിരിച്ചടയ്ക്കണം, 530 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ 9 വർഷം കൊണ്ട് പലിശരഹിതമായി തിരിച്ചടയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇവിടെ ഉയരുന്ന പ്രശ്നം, ഈ പൈസ ഇപ്പോൾ കേരളം തന്നെ ഈ ഫെബ്രുവരി പകുതിയോടുകൂടി ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്ന ഫെബ്രുവരി പകുതിയോട് കൂടിയാണ്. ഇതുകൊണ്ട് തന്നെ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അതെങ്ങനെയാണ് ഈ വലിയ തടസ്സമായി മാറുന്നതെന്നും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. അതായത് സിജു, ഇപ്പോൾ ഈ സാമ്പത്തിക വർഷമാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ 2025-26 2024-25 സാമ്പത്തിക വർഷം തീരാൻ പോകുന്ന ഒരു സമയമാണ്. 2025 മാർച്ച് 31 ഈ സാമ്പത്തിക വർഷം അവസാനിക്കും. അപ്പോൾ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഈ തുക ചെലവഴിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഈ തുക നമുക്കിങ്ങനെ പറയാം. അതായത് പണം അനുവദിച്ചത് ഇപ്പോൾ ഫെബ്രുവരി ഇന്ന് 14-ാം തീയതിയാണ്. ഈ മാർച്ച് 31-നകം തന്നെ ചെലവഴിച്ച രേഖകൾ കേന്ദ്രത്തിന് സമർപ്പിക്കുകയും വേണം. കേരളം വളരെ മുന്നേറിക്കഴിഞ്ഞല്ലോ. ഇതിനു മുമ്പേ തന്നെ നിരവധി തുക ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ടോ. ഇവർ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പണം അനുവദിക്കുന്നു. 31-നകം ചെലവഴിച്ചതിൻ്റെ രേഖകൾ കേന്ദ്രത്തിന് സമർപ്പിക്കുകയും വേണം. ചുരുക്കത്തിൽ കണ്ണിൽ പൊടിയിടുന്ന ചില പരിപാടികൾ, പറ്റിപ്പ് ഏർപ്പാടെന്ന് വേണമെങ്കിൽ പറയാം. വന്നിട്ട് കുറേ നിബന്ധനകളും അങ്ങനെ തന്നെ നമുക്ക് വായിച്ചെടുക്കാം. തീർച്ചയായും സിജു, അതായത് ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടി കേന്ദ്രം സഹായിച്ചോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്നത് പോലെ മറുപടിക്കായി കേന്ദ്രം സഹായിച്ചു. പക്ഷേ അത് ഏത് രീതിയിൽ സഹായിച്ചു എന്നുള്ളതാണ്. വായ്പയായിട്ടാണ് തുക അനുവദിച്ചത്. അപ്പോൾ ആ സംസ്ഥാനം ആ തുക തിരിച്ചടയ്ക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു കാണേണ്ടത്. അതിനൊപ്പം തന്നെ എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫെബ്രുവരി പകുതിയോടുകൂടി ഈ തുക അനുവദിക്കുന്നു. എന്നിട്ട് ആ അനുവദിച്ച തുക മാർച്ച് 31-നകം ചെലവഴിച്ച് പൂർത്തിയാക്കണം. ആ പൂർത്തിയാക്കിയതിന്റെ രേഖകൾ കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്ന നിബന്ധന കൂടി സംസ്ഥാനത്തിന് പുറത്തേക്ക് വെക്കുന്നു. അപ്പോൾ ഉറപ്പായും സംസ്ഥാനത്തിന് മുകളിൽ വലിയൊരു ബാധ്യത കൂടി എടുത്തു വെക്കുന്ന തരത്തിലാണ്. സംസ്ഥാനം ആവശ്യപ്പെട്ടത് ഒരിക്കലും ഒരു വായ്പയായിരുന്നില്ല, സഹായമാണ് ആവശ്യപ്പെട്ടത്. ധനസഹായമായി തുക അനുവദിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരുന്നത്. വായ്പ എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ സംസ്ഥാനത്തിന് വായ്പ പല രീതിയിൽ പുറത്തുനിന്നും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങൾ സംസ്ഥാനത്തിന് മുന്നിലുണ്ട്. പക്ഷേ അപ്പോഴും സംസ്ഥാനത്തിന് പുറത്ത് സംസ്ഥാനത്തിന്റെ മേൽ മറ്റൊരു ഭാരം കൂടി അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്രം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. സിജു, ശരി. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് വായ്പയായി തുക അനുവദിച്ചു കേന്ദ്രം. 529.50 കോടി രൂപയാണ് വായ്പയായി അനുവദിച്ചിട്ടുള്ളത്. ഈ തുക 9 വർഷത്തിനകം തിരിച്ചടയ്ക്കണം എന്ന നിബന്ധന കൂടി വച്ചിട്ടുണ്ട്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.